ആളാണ് ഈ ശവന്തിരി എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ അറിവിൽ എനിക്ക് ഇതുവരെ കേട്ടില്ല. ശവന്തി ഇന്നലെ പറയുന്നുണ്ട്, പകുതി തിന്ന് പകുതി കുവിച്ചിട്ട് നോക്കുക ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. നമ്മൾ യു എയിൽ പുതുതായിട്ട് 3 ശവന്തിരികളുണ്ട്. 2-3 ശവന്തിരികൾ ദുബായിൽ മൊത്തത്തിൽ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ അവർ കണ്ട പറയുന്നത് നമ്മളാരും പറയുന്നില്ല, നമ്മളാരും പറയില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ ഈ സോഷ്യൽ വർക്കർമാരും ശവന്തിരികളാണ് ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വന്നതാണ്. അതെന്താ വന്നു വെച്ചാൽ അതായത് ഈ പറഞ്ഞ പോലെ ശവന്തീനികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നത്. അപ്പൊ ഈ ശവന്തീനികൾ അവർ പറയുന്നത്, ശവന്തീനികൾ നിങ്ങൾ 600 ദിർഹംസ് കിട്ടുന്ന ബോക്സ് 1840 ദിർഹംസാണ് ചാർജ് ചെയ്യുന്നത്. 600 ദിർഹംസിന് പുറത്തുനിന്ന് കിട്ടും. അത് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബോഡി വിട്ട് കഴിഞ്ഞാൽ ആ ബോഡി വിട്ടുന്ന ആ ബില്ലെല്ലാം കൊണ്ടുപോയി രണ്ടാമത് നമ്മൾ കൗൺസിലേറ്റിൽ കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് എന്നുള്ള ഇതാണ്. ഒന്ന് പറയാനുള്ളത്, ഈ ബോക്സ് എന്ന് പറയുന്നത് DHAയുടെ അണ്ടറിലുള്ള കമ്പനിയാണ്. 1840 അവർ ചാർജ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് അത് അതേ ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യൻ കൗൺസിലേറ്റിലും DHAയിലൊക്കെ പരാതി കൊടുത്തെങ്കിലും അതിലൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. 1296 രൂപയാണ് ആംബുലൻസും എംബാമിങ്ങും അത് ടൈപ്പ് ചെയ്യാനുള്ള 50 ദിർഹംസ് ഉൾപ്പെടെ 1296.50 പൈസ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൂടി ഏകദേശം 3200 ദിർഹംസോളം വരുന്നുണ്ട്. 3000 ദിർഹംസിന്റെ കാർഗോ വരുന്നുണ്ട്. ഏകദേശം ഒരു 6000-6200 അതിന്റെ മെപ്പെട്ട് അടുത്ത എമിറേറ്റ്സ് എയർലൈൻസ് ഒക്കെ വിളിക്കുകയാണെങ്കിൽ 4500 അതിന് മെപ്പെട്ട് പോയി. ഏകദേശം ഒരു 5-8 രൂപകളൊക്കെ വന്നൊരു ബോഡി വിടാൻ. ഇനി റാസ കൈമേന്ന് ഫുജേറെന്നാണ് ഒരു ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 2000 ദിർഹംസ് എക്സ്ട്രാ ആംബുലൻസിന് കൊടുക്കണം. അപ്പൊ ഈ പൈസ ഒക്കെ നമ്മൾ ഇന്ത്യൻ എംബസിയിൽ നിന്നും തിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് നമ്മൾ ഒരു ബോഡി വാങ്ങണേന്റെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെ എന്താന്നുള്ളത് കരീമൊക്കെ പറയും. അതായത് ഇന്ത്യൻ കൗൺസിലേറ്റ് ശരിക്കും പറയുന്നത് ഇവിടെ നിരാലംബരായിട്ടുള്ളവർക്കും വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ടുള്ളത് ജയിലിൽ ചെന്ന് മരിച്ചവർക്ക് അവർക്ക് വേണ്ടി ഒരു കൊല്ലത്തിൽ ഒരു 100-120 മയ്യത്തുകൾ അവർ ഫ്രീ ആയിട്ട് അയക്കാറുണ്ട്. ആ ഫ്രീ ആയിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എംബാമിംഗ് സെന്ററിന്റെ പേയ്മെന്റും അതേപോലെ എയർലൈൻ്റെ പേയ്മെന്റും അവർ പേ ചെയ്യാറുണ്ട്. അത് ഏകദേശം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷം 1.5 കോടി രൂപയോളം അത് കൗൺസിലേറ്റ് ഇവിടെ നിന്ന് അടയ്ക്കുന്ന മയ്യത്തുകൾക്ക് അടയ്ക്കുന്ന പേയ്മെന്റ് ആണ്. അത് സോഷ്യൽ വർക്കേഴ്സിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെ ബ്ലോഗേഴ്സ് പറയുന്നത്. സോഷ്യൽ വർക്കേഴ്സ് ഇതിന്റെ പിന്നിൽ 1 രൂപ പോലും കൗൺസിലേറ്റോ അല്ലെങ്കിൽ വേറെ ആരോ പേ ചെയ്യുന്നില്ല. പിന്നെ ബന്ധുക്കൾ പേ ചെയ്യുന്ന രീതി പറയുന്നുണ്ട്. ബന്ധുക്കൾ പേ ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു 2021 മുതൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോൺസർ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു എംപ്ലോയി മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് അയക്കേണ്ടത്. അത് കമ്പനിയാണ് സാധാരണ ഏറ്റെടുത്ത് ചെയ്യാറ്. ഇവിടെ നമുക്ക് കൂടുതൽ വിഷമങ്ങൾ വരാറ് ഡിപ്പെൻഡന്റ് മരിക്കുമ്പോഴാണ്. ഡിപ്പെൻഡന്റ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് അവർക്ക് ഒരു 6000-6500 രൂപ ചെലവ് വരുന്നുണ്ട്. അത് അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കണം. കമ്പനികളൊന്നും പേ ചെയ്യത്തില്ല. അതിനുവേണ്ടി പലപ്പോഴും അവർ കൗൺസിലേറ്റിനെ സമീപിക്കാറുണ്ട്. പക്ഷെ കൗൺസിലേറ്റ് അതിനും തയ്യാറല്ല. ഇപ്പോൾ കൗൺസിലേറ്റിൽ നിന്ന് ഒരു FOC വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നാട്ടിൽ നിന്നുള്ള കൺഫർമേഷനും എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമാണ് കൗൺസിലേറ്റ് പോലും ഒരു മയ്യത്ത് നാട്ടിലയക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. ഒരിക്കലും 1 രൂപ പോലും കൗൺസിലേറ്റ് ഈ സമയപ്രവർത്തകർക്കോ വേറെ ആർക്കോ ചെലവ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് കൗൺസിലേറ്റ് ആണ് അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. കൗൺസിലേറ്റ് ആർക്കെങ്കിലും അതിന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ അടച്ച മയ്യത്തുകൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറയാം. ഇവിടെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോഡി ഇവിടെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല, നാട്ടിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ ആദ്യം പറയുന്നത് തന്നെ ഇവിടെ മറവ് ചെയ്യാനാണ്. അല്ല, അത് ശവന്തിരികളാണ് ശരിക്കും പറഞ്ഞ എല്ലാ മതങ്ങളും പറഞ്ഞിട്ടില്ല. അത് ശവന്തിരി എന്താ പറഞ്ഞല്ലോ. അല്ല, ഇവിടുത്തെ ഈ മരിച്ച ആളെ ബന്ധുക്കളോ ഇവിടുത്തെ ഗവൺമെന്റോ നാട്ടുകാരോ ഏതോ ലോകത്തിലുള്ള ആൾക്കാർ പറയും ശവന്തിരികളെ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്വാഭാവികം പറഞ്ഞത് ഇല്ല. ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തിന് നമ്മളാരും പറയാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മയ്യത്തും മറവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ബന്ധു ഒരാൾ ഇത് വിസിറ്റിങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, അവരെ വീടുകളിൽ അറിയിക്കും. എന്നിട്ട് മയ്യത്ത് അവരെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വന്നവർക്ക് ഒരു രേഖയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു വിസിറ്ററാണ്. അപ്പൊ ആ വിസിറ്ററെ ഒരിക്കലും എപ്പോഴും അങ്ങോട്ട് തിരിച്ച് പറഞ്ഞ് അവരെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് ഇവിടുത്തെ കുറിച്ചാണല്ലോ ഇവിടെയുള്ള ചർച്ചകൾ. ഈ പുറത്തുള്ള ബോക്സുകൾ അനുവദിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ DHAയുടെ അണ്ടറിലാണ് ആ ബോക്സ് വെക്കുന്നത്, ദുബായ് ഗവൺമെന്റിന്റെ. അത് പുറത്തുനിന്ന് നമുക്ക് കൊണ്ടുവരാനുള്ള ഒരാളോടുമില്ല. കാരണം ആരാണോ ലേലം വിളിച്ചിട്ട് ഈ ബോക്സ് കരാറ് വിളിച്ചിട്ട് നിർത്തിയിരിക്കുന്നത് അവർ DHAക്ക് പേ ചെയ്യുന്നുണ്ട്.
അല്ലാതെ വെറുതെ അല്ല. ഒരിക്കലും അതായത് ഷാജൻ ഭായ്, ഞങ്ങള് ഈ ഒരു ബ്ലോഗറിന്റെ ശേഷം ഞങ്ങൾ അവരെ അവിടെ പോയി മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഇവരുടെ ഹിസ്റ്ററിയിൽ പോലും പുറത്തുനിന്ന് ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് അവിടെ മയത്ത് പാക്ക് ചെയ്തിട്ടില്ല, അത് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ ഭാഷ്യം. ദുബായിലെ ഗവൺമെന്റ് എല്ലാവർക്കും പ്രവാസികളായ ലോകത്തുള്ള 70 രാജ്യക്കാർ ദുബായിലുള്ള അത്രയും സപ്പോർട്ട് ചെയ്ത ഗവൺമെന്റാണ്. പോലീസ് പൈസ വേണ്ട, കോർട്ട് പൈസ വേണ്ട, മോർച്ചറി പൈസ വേണ്ട, എത്ര മാസമാണ് വെച്ചേക്കും മയ്യത്ത്, ഇതിലൊന്നും ഒരു ദിർഹംസ് ഒരാൾ വാങ്ങേണ്ട ഗവൺമെന്റ് UAE ഗവൺമെന്റ് അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മരിച്ച മനുഷ്യന് ഏതൊരു ജാതിയായിക്കോട്ടെ അതിലും മനുഷ്യത്വം കാണിക്കും ഇവിടുത്തെ ഗവൺമെന്റ്. പിന്നെ അതൊക്കെ ഇപ്പം ഇല്ലാണ്ടാവും. ഇങ്ങനത്തെ ശവന്തീനികൾ UAE നാട്ടിലോ നാടും നശിച്ചു, UAE നശിച്ചു. അതിന് കാരണം തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റാസൽ ഖൈമേന്ന് മുൻകാലങ്ങളിൽ ശരിക്കും പറയുകയാണെങ്കിൽ മയ്യത്ത് കൊണ്ടുവരുന്നതിന് പൈസ വേണ്ടിയിരുന്നില്ല. ഇപ്പോ അവിടെ നിന്ന് മയ്യത്ത് കൊണ്ടുവരുന്നതിൽ 1525 രൂപ 2000 ഫുജറേന്ന് 2000 ചാർജ് ചെയ്യുന്നുണ്ട്. ഉണ്ടായിരുന്നില്ല. അതായത് അത് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് അവിടെ ആംബുലൻസ് അലൗഡ് ചെയ്തിരുന്നത്. ഫുജിറയിൽ റാസൽ ഖൈമയിൽ അതിന് ചാർജ് ഇല്ല, ഫ്രീ ഓഫ് ചാർജ് ആണ്. അപ്പൊ ഈ ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, അജ്മാൻ, ഉമ്മൽക്കോയ് ഇവിടെ ഒന്നും എംബാമിംഗ് യൂണിറ്റ് ഇല്ല. അപ്പൊ ദുബൈനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഷാർജയിൽ ഇപ്പം ആയിട്ടുണ്ട്. അപ്പൊ ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എമിറേറ്റിന്ന് എംബാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബൈയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ആംബുലൻസിന്റെ പൈസ ഫ്രീ ആയിരുന്നു. ഇതേപോലെ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടതാണ്. അവിടെ ആംബുലൻസിന് 50-100 കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഇട്ടത് മാത്രം ഓർമ്മ ഉണ്ടായുള്ളൂ. ഇപ്പൊ അവരെ ചാർജ് ചെയ്തു 2000. സെന്ററുകളിൽ ഇത്തരം വീഡിയോ കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? 100% വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായത്. കാരണം നമ്മൾ ചില സമയങ്ങളിലൊക്കെ അവർക്ക് രാവിലെ 7 മുതൽ 6 മണി വരെ അവരുടെ ഡ്യൂട്ടി. അപ്പൊ ചില സമയങ്ങളിൽ നമ്മളെ ബോഡി, നമ്മളെ ഫ്ലൈറ്റ് പുലർച്ചെ 5 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ രാത്രി ചിലപ്പോൾ എല്ലാ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞ് രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആവും നമ്മൾ എംബാമിലേക്ക് എത്താൻ. അപ്പൊ ഇവരെ നമ്മൾ വിളിച്ചൊന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇവര് വീട്ടിൽ നിന്ന് വന്ന് തുറന്നു തന്നിട്ടാണ് നമുക്ക് എംബാം ചെയ്യണത്. സത്യസന്ധമാണ്. നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ നമ്മൾ ചാവിടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അതൊക്കെ ഇപ്പൊ ഇല്ലാതായി. ഇപ്പൊ 6 മണി കഴിഞ്ഞാൽ എംബാം ചെയ്യാതെ ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഒരുപാട് നിയമങ്ങൾ വന്നാൽ ഇതൊക്കെ കറക്റ്റ് അവിടെ ട്രാൻസ് ചെയ്ത് അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഒന്നുകൂടി അവിടെ നിബന്ധനകൾ സ്ട്രോങ് ആക്കി. അപ്പൊ ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ മലയാളികൾക്ക് മലയാളി തന്നെയാണ് ശവന്തീനികൾ എന്ന് പറയുന്ന ഈ ഒരു പാര. ഈ പ്രധാനപ്പെട്ട ഒരു ആരോപണം വെച്ചാൽ നമ്മൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്നാൽ ഉറപ്പാണ്. കാരണം ഈ ഒരു സംഭവം വന്നതിന് ശേഷം തന്നെ DHL ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഇത്ര ദൃഹമാണ് ഇതിന് വരുന്നതെന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് നിങ്ങൾ ലൈവ് പോയി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു സ്ഥലമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ രാത്രി കച്ചവടം വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? സത്യത്തില് ഇപ്പൊ ഈ വീഡിയോ ആളെ തന്നെ ഒരു വീഡിയോകൾ കുറെ എടുത്ത് നോക്കുമ്പോൾ അയാള് തന്നെ എന്തോരം അനാവശ്യമായ വാർത്തകളാണ് ഉണ്ടാക്കിയത്. അയാളുടെ ഇതിൽ എന്തോരം കമന്റുകളാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കാം എത്രയോ സൂയിസൈഡുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്, എത്രയോ ഫാമിലി ഇഷ്യൂസ് ആണ്, എത്രയോ കേസുകളാണ് ഈ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞ് ഇതാക്കിയിട്ട് എത്രയോ കേസുകളാണ് ഇവിടെ SPS-ലും പോലീസിലും ഒക്കെ ഫയൽ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരാണോ? അല്ല. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോഷന് വേണ്ടി ഈ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്നും ഇപ്പുറത്ത് പോയിട്ട് അവിടുത്തെ ഭക്ഷണം നല്ലതാണെന്നും പറഞ്ഞ് പാവപ്പെട്ടവർ ആ ഹോട്ടലിൽ കയറ്റി വായിൽ കൊള്ളാൻ പറ്റാത്ത ഫുഡും കഴിപ്പിച്ച് ഇവന്മാര് ആ പൈസ വാങ്ങിച്ച് വീട്ടിലിരുന്നിട്ട് അങ്ങോട്ട് എന്തൊക്കെ നേരത്തെ പറഞ്ഞോ അതെന്തൊക്കെ പർട്ടി കിടന്നാണ്ട് പറഞ്ഞാല് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് പറഞ്ഞ സ്ഥിതി ഇപ്പൊ മെഞ്ഞാന്ന് ഷാർജ അൽഗർബ് പോലീസിനെ വിളിച്ചു പോലീസുകാർ. ഞാൻ ചെന്ന് നമ്മൾ ആരാണ്ടിക്കൂടെ വരാൻ ഞാൻ ചെന്നപ്പോൾ 2 കുട്ടികളൊരു അമ്മയുണ്ട് അവിടെ നിൽക്കുന്നത്. ഒരു ഗുജറാത്ത് അഹമ്മദാബാദാണ്. എന്തായാലും മുതിർ വെച്ചെന്ന് പറഞ്ഞ് പിന്നെ ഭർത്താവ് പുറത്താക്കിയതാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഇന്ത്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആടെ 2 ടിക്ടോക്കർ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഓല അതിട്ട് ഇതിട്ട് ഞാൻ എനിക്ക് പണിയല്ല, അതുകൊണ്ട് ടിക്ടോക്കർ തൊഴിലാണ്. പണ്ട് കാലങ്ങളിൽ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങൾ, നമ്മളെ ഭാര്യമാർ, അവർ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവിടുത്തെ ഡാൻസ് ബാറുകളും ഇവിടുത്തെ പബ്ബുകളൊക്കെ പേടിച്ചിരുന്നു. കാരണം അവിടെയാണ് ഈ പൈസ പോകുന്നത്. ഒരു സാധനത്തിന് വേണ്ടി അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പം പേടിക്കേണ്ട ടിക്ടോക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു സമ്മാനം എറിഞ്ഞു കൊടുത്തിട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. കാര്യമാണ്. ഒരുപാട് ഫാമിലി ഡൈവോഴ്സിലേക്കും അതുപോലെ തന്നെ സൂയിസൈഡിലേക്കും അതുപോലെ തന്നെ കേസിലേക്കും ഒക്കെ പോയിരിക്കുന്നത് ഈ ഒരു ടിക്ടോക്കാണ്. നല്ലതും ചീത്തവുമുണ്ട്. പക്ഷെ അതിപ്പോ ഒരു ഫൈറ്റും ഇടിയും കുത്തും. നമുക്കിപ്പോ ഒരു ഫാമിലി ആയിട്ടിരുന്നിട്ട് നമുക്കൊരു ടിക്ടോക്ക് തുറന്ന് കാണാൻ പറ്റും?
വെറും തെറിവിളി കാര്യങ്ങൾ. അതോ 99% ഈ നമ്മുടെ മലയാളികൾ തന്നെയാണ് അതിൽ മുൻപന്തി. സൂയിസൈഡിലും UAE മുൻപന്തി മലയാളികൾ. ഇപ്പോഴത്തെ മരണനിരക്ക് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുന്ന മരണങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ UAE ഇക്കൊല്ലം തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ജൂലൈ 31 തീയതി വരെ 1200ഓളം ഡെത്തുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ദുബായ് നോർത്തേൺ എമിറേറ്റ്സ്. 1200 എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര മരണം നടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഓരോ കൊല്ലവും ബിറ്റ്വീൻ 1800 to 2000 ഡെത്ത് ഇവിടെ നടക്കുന്നുണ്ട് ഇന്ത്യൻ, വിച്ച് ഈസ് ബേസിക്കലി ഈ ദുബായ് നോർത്തേൺ എമിറേറ്റ്സിൽ. അതിൽ ഒരു 15 to 20% വരുന്നത് സൂയിസൈഡാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ മാതിരിയുള്ള പ്ലാറ്റ്ഫോമും ഇങ്ങനെ മാതിരിയുള്ള പ്രശ്നങ്ങളും കാരണമാണ്. അതും ചെറിയ വയസ്സിലുള്ളത്. നാട്ടിൽ വളരെ ഭംഗിയായിട്ട് നടന്നിരുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവർക്കത് അതിൻ്റെ ഫ്രസ്ട്രേഷനും മറ്റുള്ള പല കാര്യങ്ങളും അത് ഇന്നതാന്ന് വിളിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്പർ ഓഫ് കേസസ് ഇസ് ടു ഹൈ. ആൻഡ് അത് മാത്രമല്ല, ഇതിനകത്ത് അറ്റാക്കുകളാണ് ഒരു 50%+. ഇത് നമ്മൾ ഈ മരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 70 വയസ്സിന് മുകളിലുള്ളവരല്ല മരിക്കുന്നത്. ഒരു 30-നും 40-നും 45-നും ഇടയിലുള്ള ആൾക്കാരാണ് മരണപ്പെടുന്നത്. അതിൽ ഒരുവിധം ആൾക്കാർ മുഴുവൻ ഹാർട്ട് അറ്റാക്കാണ്. ഞാൻ അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് പോകുന്ന ബോഡികളിൽ നിങ്ങളുടെ കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ആരോപണം. എന്തിനാണ് അങ്ങനെ ഒരു കയ്യൊപ്പ്? ബോഡിയിലെ ബോക്സിന്റെ പുറത്ത് നിങ്ങളെ പേരെഴുതുന്നു, അതാണ് കയ്യൊപ്പ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്ത് വികാരമാണ് നിങ്ങളെ ഇതിലോട്ട് പിടിച്ചു നിർത്തുന്നത്? സത്യത്തിൽ ഇപ്പൊ ഈ കയ്യൊപ്പ് എന്ന് പറഞ്ഞല്ലോ, ഈ കയ്യൊപ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവരൊന്ന് വന്നിട്ട് എംബാമിങ് യൂണിറ്റ് എന്താണെന്നൊന്ന് കാണണം. കാരണം ഒരു ബോഡിയോ 2 ബോഡിയല്ല ഒരു ദിവസം, ഏകദേശം നമ്മുടെ അറിവിൽ ഒരു 10-15 ബോഡിയാണ് അവിടെ വരുന്നത്. ഈ 15 ബോഡിയും നമ്മൾ ഉറപ്പുവരുത്തണം ഇത് നമ്മുടെ ബോഡിയാണെന്ന്. നമ്മൾ ഈ മരിച്ച വ്യക്തി ആ ബോക്സിലാക്കുമ്പോൾ നമ്മൾ ആ ബോക്സിലാക്കി ഒരു ഫോട്ടോ പോലും ഫൈനലി എടുക്കുന്നത് ഞങ്ങൾ ഈ ബോഡി ബോക്സിലാക്കിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ബോക്സ് അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ അതിൽ ആ പേരും പാസ്പോർട്ട് നമ്പറും എഴുതി ചെക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ നമ്പറും നമ്മുടെ പേരും എന്താണെന്ന് എഴുതണത്. ഈ ഇരിക്കുന്ന ബോക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ആരും ഉത്തരവാദിത്തം പറയും. ഇത് എങ്ങനെ അറിയും ഇത് ഇന്നത് ആളുകളാണെന്നുള്ളത്? ഇത് എവിടത്തേക്കാണെന്നറിയും. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു വികാരം കൊള്ളണമെന്നുണ്ടെങ്കിൽ ഈ കെടുക്കുന്ന എംബാമിങ് യൂണിറ്റിൽ കിടന്നിട്ട് അവിടെ കെടുക്കുന്ന ഈ ബോഡികൾ നമ്മൾ കാണണം. ഭക്ഷണം പോലും ചില സമയത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. കാര്യം ഏറ്റവും വലുത് എന്ന് പറയുന്നത് മനുഷ്യന്റെ മണമാണ് ഏറ്റവും വലുത്. ഒരാൾ മരിച്ച് മനുഷ്യനടുക്കാത്ത ഒരു മണം എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മണമാണ്. അപ്പൊ ചില സമയങ്ങളിൽ പല രീതിയിലുള്ള പല കോലത്തിലുള്ള മരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ ബോഡി പോയി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കുള്ളൂ അവരെ വേണ്ടപ്പെട്ട ഒരു ഫോൺ പറഞ്ഞത് വളരെ ഉപകാരം കേട്ടോ, ഇപ്പം ഈ ബോഡി നിങ്ങൾ കയറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എനിക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഓൾറെഡി ആ സ്മെല്ല് നമ്മൾ ആ ബോഡി ഭക്ഷണം അവിടെ ഇട്ടിട്ട് ഓടിയിട്ടുണ്ട്, കഴിക്കാൻ പറ്റൂല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ശവം തിന്നണം എന്ന് പറഞ്ഞിട്ട് തിന്നുകൾ എന്ന് പറഞ്ഞിട്ട് ഇവനെ പോലുള്ള ഈ ശവന്തീനികളെ നമ്മൾ എങ്ങനെ വിളിക്കണം? പിന്നെ പേര് എഴുതാത്ത പറഞ്ഞു. ഇപ്പോഴടുത്ത് നടന്ന സംഭവം പറയുന്നത്, ഇപ്പം അടുത്ത് ഒരു സ്ഥലത്തേക്ക് ഒരു ഫ്ലൈറ്റിൽ 2 ബോഡി കയറ്റി വിട്ടു. അപ്പോൾ ഒരു ബോഡി എയർപോർട്ടിൻ്റെ അടുത്തായി 10-30-40 കിലോമീറ്റർ ഉള്ളൂ. ഒരു ബോഡി 100 ചില കിലോമീറ്റർ അപ്പുറത്താണ്. ഇവരുടെ ഇത് ബോഡി എയർപോർട്ടിൽ അവിടെ എത്തിയാൽ മാറിപ്പോയി ഇവരോട്. ഒരു ബോഡി ആദ്യം ദയിപ്പിച്ച് പിന്നെ മറ്റേ ബോഡി പോയി തുറന്നു നോക്കുമ്പോൾ ഓരോ ബോഡിയല്ലേ ഇത്. അപ്പോൾ എന്താ നോക്കുമ്പോൾ ബോഡി അവിടെ ഇറങ്ങിയത് ബോഡി ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ ആദ്യം ദയിപ്പിച്ച ബോഡി മറ്റൊന്നും ഇവരുടെ ആദ്യം. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളൊറ്റ ഞാൻ സാക്ഷിയാണ്. മനസ്സിലായി? നമ്മൾ ഒറ്റ ശ്രദ്ധക്കുറവുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞതാണോ 2 ദൈവം പഠിച്ചു തന്നെ നിങ്ങൾ ഇവിടുന്ന് വാടിച്ചത് പോയിക്കൂല, അത്ര നല്ലോണം നമ്മൾ പറഞ്ഞത്. മനസ്സിലായി? പിന്നെ ഇവര് വന്ന് ഇത് വില എഴുതോ വേണ്ട, വില എഴുതിക്കൊണ്ട് നാളെ നമുക്ക് ഒരു കാര്യം അതിനെക്കൊണ്ടില്ല. അതെ, ഇത് നമുക്ക് ശരിക്കും അനുഭവമുള്ള ഒരു വിഷയമാണ്. പലപ്പോഴും കുറേ പ്രാവശ്യം നമുക്ക് ഇവിടുന്നുണ്ട് മയ്യത്ത് തെറ്റി മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തിരിച്ച് മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയത്. ഒരാൾ മരണപ്പെടാൻ ഇവിടെ കുറേ സാധുക്കൾ റൂമിലൊരു പട്ടിണി എടുക്കും, നാട്ടിലും പട്ടിണി എടുക്കും. ഈ ബോഡി നാട്ടിലെത്തി അവർ ഏത് ജാതി ആയിക്കോട്ടെ അവിടെ കൊണ്ട് ദയിപ്പിക്കുക മറവ് ചോദിച്ചാൽ നമുക്കൊരു സമാധാനം. അപ്പോൾ ദൈവം കുറേ ആൾ ലോകത്ത് പഠിക്കും. എല്ലാവരും ഓരോട് പഠിച്ചാൽ ലോകം നന്നായില്ലേ? അപ്പോൾ ദൈവം തന്നെ നമുക്കൊരു മനുഷ്യ ഇനി പേര് ഇനി എന്ത് വീഡിയോ ഇട്ടോട്ടെ ഇന്ത്യയിൽ വെച്ചിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാൻ കാര്യം ആപത്തുള്ളിടത്തോളം കാര്യം ഞങ്ങൾ ചെയ്തോളൂ. അതായത് നമുക്ക് നമ്മുടെ ഇതിൽ ഇപ്പം ചോദിച്ചല്ലോ നമുക്ക് എന്ത് വികാരമാണ്.
ആ ഒരു വികാരം ഏത് രീതിയിൽ വരണം എന്നുള്ളത് നമ്മുടെ ഉത്തരത്തിൽ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. നമ്മുടെ ഒരു രക്തബന്ധത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവനാണ് ഒന്ന് മരിച്ചു കിടന്നാൽ നമുക്ക് എന്ത് വികാരമായിരിക്കും വരാം? ആ ബോഡി നമുക്ക് ഉറക്കം വരും, നമ്മൾ ഭക്ഷണം കഴിക്കും, പക്ഷെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കും, നമ്മളെ നിർബന്ധിക്കും വന്ന് ഭക്ഷണം കഴിച്ചോ. പക്ഷെ നമുക്ക് അവരെ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അവരെ കൂടി ഇരിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെ ഈ ഒരു ബോഡി കാത്തിരിക്കുന്ന ഭാര്യ, കുട്ടികൾ, അച്ഛൻ, അമ്മ, ഇവരുടെയൊക്കെ അവർ വെള്ളം പോലും കുടിക്കാതെ 1, 2, 3 ദിവസം ഈ ബോഡിക്കൊണ്ടിരിക്കും. ഒരു സാമൂഹ്യ പ്രവർത്തകൻ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് പോണ ബോഡി ഒരു 5 ദിവസമാക്കാൻ ഒരു കുഴപ്പമില്ല. ആ ഒരു സാമൂഹ്യ പ്രവർത്തകർക്ക് ചോറ് നിന്ന ഉറങ്ങാനല്ല പറഞ്ഞത്. പക്ഷെ അതിനുള്ളൊരു മനസ്സ് വേണം. അതാണ് പറഞ്ഞത്, നമ്മുടെ ആരെങ്കിലുമാണ് മരിച്ചെങ്കിൽ നമ്മൾ ഉറങ്ങോ ഇരിക്കോ, ആ ഒരു വികാരമാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളിത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി പുതിയ ഒരാൾ വന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ. എല്ലാ മതങ്ങളിലും നിഷ്കർഷിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചൂടോടെ മറവ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യണമെന്നാണ് നമ്മൾ എല്ലാ മതങ്ങളും പറയുന്നത്. അപ്പോൾ മതങ്ങളെ നോക്കിയിട്ടോ ഇത് നോക്കിയിട്ടോ ഒന്നല്ല നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. ഇവിടെ ആ ഹിന്ദു മരിച്ചോ ക്രിസ്ത്യൻ മരിച്ചോ ഇതൊന്നും ഒരു കൺസേൺ അല്ല. അത് മരിച്ചത് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുമല്ല. അവനെ എത്രയും വേഗം മറവാടണം. അവരുടെ കുടുംബത്തിലെ ആ വിഷമം, അത് മറവാടുന്നത് വരെ ആ കുടുംബത്തിന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള പല വ്യക്തികളും ഉണ്ട് ഇവിടെ. ഞങ്ങളും അതിലുപെട്ടൊരു വ്യക്തികളാണ്. സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഉപയോഗിക്കുക. വലിയ ഫൈനും ജയിൽ ശിക്ഷയും ഒക്കെ കാത്തിരിക്കുന്ന കുറ്റമാണത്. മറ്റൊരു കാര്യം കൂടെ ഈ വിഷയത്തുമായിട്ട് ചേർത്ത് പറയാം. ഒരു പ്രവാസി നാട്ടിൽ നിന്നും വിദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് അവർ പുറത്തു നിന്ന് മരണപ്പെടുകയാണെങ്കിൽ ഇവിടെ തന്നെ മറമാടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ കൂടി അവർ പോലും പൂർണ്ണമായും ഈ മരണം ഉൾക്കൊള്ളണമെങ്കിൽ, അവരുടെ കുടുംബം ഈ മരണം പൂർണ്ണമായും ഉൾക്കൊള്ളണമെങ്കിൽ ആ ബോഡി നാട്ടിലെത്തി അവർ കാണുന്നതോടുകൂടിയേ പൂർണ്ണമായും അവർ പോലും ഉൾക്കൊള്ളുന്നുള്ളൂ.